ഫിസിക്സിൻ്റെ 9ാം ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ 2ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ 2 ഗ്രാഫാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ലാസ്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗ്രാഫ് തന്നേക്കും. ആ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇൻ 8 സെക്കൻഡ്. 8 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം. അതേപോലെയാണ് ഫൈൻഡ് ഔട്ട് ദ ടൈം ടു ട്രാവൽ 20 മീറ്റർ. ഈ ഗ്രാഫിൽ നിന്നും 20 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് ആ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 8 സെക്കൻഡ് കൊണ്ട് ആ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 8 സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് ആക്സിലാണ് നമ്മൾ ടൈം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 8 സെക്കൻഡ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 8 സെക്കൻഡ് കൊണ്ട് ആ ബോഡി സഞ്ചരിച്ച ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷനാണ്. ഇപ്പോൾ പൊസിഷൻ വരുന്നത് വൈ ആക്സിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 8 എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വലായിട്ട് വരുന്ന വൈ ആക്സിലെ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 8ൽ നിന്ന് ഗ്രാഫിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. ഗ്രാഫിനെ കട്ട് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടി. ആ പോയിന്റിൽ നിന്ന് വൈ ആക്സിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അപ്പോൾ നമുക്ക് 8 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോയിന്റ് ഇതാണ് വൈ ആക്സിൽ. അപ്പോൾ ഈ പോയിന്റ് എത്രയാണോ അതായിരിക്കും 8 സെക്കൻഡ് കൊണ്ട് ആ ബോഡി സഞ്ചരിച്ചിട്ടുണ്ടാവുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഈ 2 ലൈനും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ പോയിന്റ് നമുക്ക് കിട്ടിയത് 40ക്കും 50യുടെയും ഇടയിലാണ്, മിഡ് പോയിന്റ് ആണ്. അപ്പോൾ അത് 45 ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ്. 8 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 മീറ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ 45 മീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷനാണ് തന്നിരിക്കുന്നത്. ആ 20 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പൊസിഷൻ തന്നിട്ടുണ്ട് 20 മീറ്റർ. പൊസിഷൻ വൈ ആക്സിലാണ്. വൈ ആക്സിൽ നമ്മൾ 20 മീറ്റർ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 20ന് തുല്യമായിട്ട് വരുന്ന എക്സ് ആക്സിലെ പോയിന്റ് ഏതാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ചെയ്യാനുള്ളത് 20ൽ വെച്ചുകൊണ്ട് ഗ്രാഫിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അപ്പോൾ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടി. ആ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അപ്പോൾ അത് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും 20ന് ഈക്വലായിട്ട് വരുന്ന എക്സ് ആക്സിലെ പോയിന്റ്. ഇപ്പോൾ നമ്മൾ കിട്ടിയത് 2നും 4നും ഇടയിലാണ്. അപ്പോൾ അത് 2 പോയിന്റ് സംതിങ്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് 4ലായിരിക്കും മീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും നമ്മൾ കിട്ടുന്ന ആൻസർ 2നും 4നും ഇടയിലാണ്. അപ്പോൾ ഒന്നുകിൽ 2.5 സംതിങ്ങോ ആയിരിക്കും, 2.5 സെക്കൻഡ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ 20 മീറ്റർ ട്രാവൽ ചെയ്യാൻ 2.5 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ, 2.5. ഓക്കെ, നോക്കി 2നും 4നും ഇടയിലാണ്. അപ്പോൾ മിഡ് പോയിന്റ് ആകുമ്പോൾ 3 വരും. അപ്പോൾ 3ക്ക് മുകളിലായിരിക്കും വരുന്നത്, 2.5 ആയിരിക്കില്ല. 3ക്ക് മുകളിലായിരിക്കും, 3.5ന് മുകളിലായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് 8 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 8 സെക്കൻഡ് നമ്മൾ എക്സ് ആക്സിൽ മാർക്ക് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വൈ ആക്സിലെ പോയിന്റ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 20 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര സെക്കൻഡ്സ് എടുത്തു, എത്ര സമയം എടുത്തു. അപ്പോൾ നമ്മൾ വൈ ആക്സിൽ 20 മീറ്റർ മാർക്ക് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിൽ വരുന്ന ടൈം കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ഗ്രാഫാണ് സ്പീഡ് ടൈം ഗ്രാഫ്. നമ്മൾ ഫസ്റ്റ് നോക്കിയത് പൊസിഷൻ ടൈം ഗ്രാഫ്. അടുത്ത രണ്ടാമത് വരുന്ന ഗ്രാഫ് സ്പീഡ് ടൈം ഗ്രാഫ്. ഇപ്പോൾ സ്പീഡ് ടൈം ഗ്രാഫിൽ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ സ്പീഡും. ടൈമിൻ്റെ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സെക്കൻഡ്. ഇപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് എഴുതി. സ്പീഡിൻ്റെ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എക്സ് ആക്സിലും വൈ ആക്സിലും നമ്പർ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം.
ടൈം ചേഞ്ച് ചെയ്യുന്നത് 0 to 10 ആണ്. അപ്പോൾ നമ്മൾ ടൈം എഴുതുന്ന സമയത്ത് എക്സ് ആക്സിൽ എഴുതുന്ന സമയത്ത് 0 to 10 വരെ ഒന്നുകിൽ 1 2 3 4 5 6 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 0 2 4 6 8 10 അങ്ങനെ എഴുതാം. ഇനി വൈ ആക്സിൽ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത് 10 15 20 20 20 വീണ്ടും 15, അതായത് 0 to 15 വരെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ 1 2 3 4 5 6 അങ്ങനെ 15 വരെ എഴുതാം. അല്ല എങ്കിൽ കുറച്ചും കൂടി എളുപ്പം 0 5 10 15 20 25 ആ രീതിയിൽ എഴുതാം. ഇനി നമ്മൾ സ്കെയിൽ എഴുതുന്ന സമയത്ത് എക്സ് ആക്സിന്റെ സ്കെയിലും വൈ ആക്സിന്റെ സ്കെയിലും എഴുതുക. എക്സ് ആക്സിന്റെ സ്കെയിൽ എഴുതുന്ന സമയത്ത് നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ സ്പേസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ വെച്ചാണ് വരച്ചിരിക്കുന്നത്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ടൈം ചേഞ്ച് ചെയ്ത് നോക്കുക. ടൈം ചേഞ്ച് ചെയ്യുന്നത് 2 വെച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്കെയിൽ എഴുതുന്നത്? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 2 സെക്കൻഡ്സ്. വൈ ആക്സ് എങ്ങനെയാണ് സ്കെയിൽ വരുന്നത്? വൈ ആക്സിലും ഇത് ഓരോ സെന്റിമീറ്റർ വെച്ചാണ് വരച്ചേക്കുന്നത്. അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര വെച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്? 5 10 15 20, അതായത് 5 വെച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ സ്കെയിൽ വരും? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് സ്കെയിൽ എഴുതുന്നത്, എക്സ് ആക്സിലെ സ്കെയിലും വൈ ആക്സിലെ സ്കെയിലും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഗ്രാഫിൽ പോയിന്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം 0, പൊസിഷനല്ല സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഫസ്റ്റ് പോയിന്റ് ടൈം 0, സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ എക്സ് ആക്സിൽ 0 വരുന്ന പോയിന്റ് ഇത്, വൈയുടെ വാല്യൂ 10 ആണ്. വൈയുടെ വാല്യൂ 10 വരുന്നത് ഈ പോയിന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എക്സിന്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 10 വരുന്നതും ഈ പോയിന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ് 0,10. നമ്മുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്നായിരിക്കും ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് 2,15. എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 15ഉം ആണ്. അപ്പോൾ എക്സ് ആക്സിൽ 2 മാർക്ക് ചെയ്തു. 2ൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ. വൈ ആക്സിൽ വൈയുടെ വാല്യൂ 15 മാർക്ക് ചെയ്തു. 15ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ. രണ്ടും മീറ്റ് ചെയ്തൊരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആണ് 2,15. അടുത്ത പോയിന്റ് 4,20. എക്സിന്റെ വാല്യൂ 4ഉം വൈയുടെ വാല്യൂ 20യും. എക്സിന്റെ വാല്യൂ 4ൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ. വൈയുടെ വാല്യൂ 20 മാർക്ക് ചെയ്തു. 20ൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ. രണ്ടും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആണ് 4,20. അടുത്ത പോയിന്റ് 6,20. എക്സ് ആക്സിൽ 6, വൈ ആക്സിൽ 20 തന്നെയാണ്. രണ്ടും മീറ്റ് ചെയ്ത പോയിന്റ് ഇതാണ് 6,20. അടുത്ത പോയിന്റ് 6,20. അടുത്ത പോയിന്റ് 8,20. എക്സ് ആക്സിൽ 8ഉം വൈ ആക്സിൽ 20. രണ്ട് മീറ്റ് ചെയ്ത പോയിന്റ് കിട്ടി. ഈ പോയിന്റ് ആയിരിക്കും 8,20. ലാസ്റ്റ് പോയിന്റ് ആണ് 10,50. എക്സ് ആക്സിൽ 10ഉം വൈ ആക്സിൽ 15. എക്സ് ആക്സിൽ 10, വൈ ആക്സിൽ 15. തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 10,50. നമുക്ക് ഗ്രാഫിൽ മൊത്തം 6 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് 0,10, സെക്കൻഡ് പോയിന്റ് 2,50, തേർഡ് 4,20, 6,20, 8,20, ലാസ്റ്റ് പോയിന്റ് 10,50. അപ്പോൾ ഈ കിട്ടിയ പോയിന്റ്സ് അതേപോലെ ജോയിൻ ചെയ്താൽ മതി. ഫസ്റ്റ് പോയിന്റ് 0,10, സെക്കൻഡ് പോയിന്റ് 2,15,
ദെൻ 4,20, അടുത്ത പോയിന്റ് 6,20, 8,20, ലാസ്റ്റ് പോയിന്റ് 10,50. നമ്മുടെ ഗ്രാഫ് ഈ ഷേപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ചില ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ചില ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. നമുക്ക് തരുന്ന ഡേറ്റാസ് അനുസരിച്ച് മാറും. ഇപ്പോൾ സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ സ്പീഡും. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡും സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ ഏത് സ്കെയിലാണ് വരയ്ക്കുന്നത് അത് ഗ്രാഫിൽ എഴുതിയേക്കണം. നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഫസ്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫ്, രണ്ടാമത് സ്പീഡ് ടൈം ഗ്രാഫ്, ലാസ്റ്റ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്, കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. ആ ഡേറ്റാസ് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കണം. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ വെലോസിറ്റി. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡും വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റാസ് നോക്കുക. നമ്മൾ എക്സ് ആക്സിലും വൈ ആക്സിലും നമ്പർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം ചേഞ്ച് ചെയ്യുന്നത് 0 to 10 ആണ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിൽ ടൈം 0 to 10 എഴുതി. വൈ ആക്സിൽ വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല. വെലോസിറ്റി 0 സെക്കൻഡ്സിലും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എപ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇപ്പോൾ വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1, 2, 3, 4, 5 ആ രീതിയിൽ വൈ ആക്സിൽ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് 0, 5, 10 മാർക്ക് ചെയ്യാം. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 0, 5, 10, 15 ആ രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സ്കെയിൽ എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് ആക്സിൽ ഈ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത് എത്ര വെച്ചാണ് കൂടുന്നത്? 2 സെക്കൻഡ്സ് വെച്ചാണ്. അപ്പോൾ എക്സ് ആക്സിൽ സ്കെയിൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 2 സെക്കൻഡ്സും, വൈ ആക്സിൽ ഓരോ സെന്റിമീറ്റർ കഴിയും തോറും സ്പീഡ് എത്ര വെച്ചാണ് കൂടുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് വെച്ചാണ് കൂടുന്നത്. അപ്പോൾ വൈ ആക്സിലെ സ്കെയിൽ 1 സെന്റിമീറ്റർ ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്സ്. ഇപ്പോൾ സ്കെയിൽ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് അതേപോലെ ഈ ഗ്രാഫിൽ ലൊക്കേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് പോയിന്റ് ടൈം 0, വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ഫസ്റ്റ് പോയിന്റ് 0,10. അതായത് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും, വൈയുടെ വാല്യൂ 10 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 0 ആകുന്ന പോയിന്റ് ഇതാണ്, വൈയുടെ വാല്യൂ 10 ആകുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ പോയിന്റിലാണ് എക്സിന്റെ വാല്യൂ 0 ആകുന്നതും വൈയുടെ വാല്യൂ 10 ആകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ് 0,10. അടുത്ത പോയിന്റ് 2,10. എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 10 ആകുന്ന പോയിന്റ്. എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 10 ആകുന്ന പോയിന്റ്. അപ്പോൾ 2ൽ വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. 10ൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റ് ആയിരിക്കും 2,10. അടുത്ത പോയിന്റ് 4,10. എക്സിന്റെ വാല്യൂ 4ഉം വൈയുടെ വാല്യൂ 10. എക്സ് ആക്സിൽ നിന്ന് എക്സ് ആക്സിൽ 4ൽ വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. വൈ ആക്സിൽ വൈയുടെ വാല്യൂ 10. അപ്പോൾ 10ൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. തമ്മിൽ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ആണ് 4,10. അടുത്ത പോയിന്റ് 6,10. എക്സ് ആക്സിൽ 6ഉം വൈ ആക്സിൽ 10ഉം. 6ൽ വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം വൈ ആക്സിൽ 10ൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. തമ്മിൽ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടി. ഈ പോയിന്റ് ആയിരിക്കും 6,10. അടുത്ത പോയിന്റ് 8,10. എക്സിന്റെ വാല്യൂ 8ഉം വൈയുടെ വാല്യൂ 10ഉം ആയിരിക്കും. എക്സ് ആക്സിൽ 8ൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ, വൈയുടെ വാല്യൂ 10. അപ്പോൾ 10ൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ തമ്മിൽ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആയിരിക്കും 8,10. ലാസ്റ്റ് പോയിന്റ് 10,10. എക്സിന്റെ വാല്യൂ 10ഉം വൈയുടെ വാല്യൂ 10ഉം. എക്സിന്റെ വാല്യൂ 10ഉം എക്സിന്റെ വാല്യൂ 10ഉം. ഇപ്പോൾ 10ൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ, വൈയുടെ വാല്യൂ 10 ആവുന്ന പോയിന്റ്. ആ പോയിന്റിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ തമ്മിൽ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് പോയിന്റ് 10,10. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് 0,10, 2,10, 4,10, 6,10 അങ്ങനെ 10,10 വരെയുള്ള പോയിന്റ്സ് കിട്ടി. ഇനി ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. നമ്മുടെ ഗ്രാഫ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെന്നില്ല. ഇവിടെ വെലോസിറ്റി ചേഞ്ച് ആവാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഗ്രാഫ് ഈ ഷേപ്പിൽ കിട്ടിയത്. ഇനി നമ്മുടെ ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ബിറ്റ്വീൻ 2 സെക്കൻഡ് ആൻഡ് 8 സെക്കൻഡ്. 2 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ
ആ ബോഡി സഞ്ചരിച്ച ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്, ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ചോദിച്ചിരിക്കുന്നത് 2 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ ആ ബോഡി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ്, എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്. നമ്മൾ ചെയ്യാനുള്ള കാര്യം 2 സെക്കൻഡ്സിനും 8 സെക്കൻഡ്സിനും ഇടയിലാണ്. 2 സെക്കൻഡ്സിൽ നിന്ന് ഗ്രാഫിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, 8 സെക്കൻഡ്സിൽ നിന്നും ഗ്രാഫിലോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അപ്പൊ നമുക്കൊരു ക്ലോസ്ഡ് ഫിഗർ കിട്ടി, ഒരു റെക്റ്റാങ്കിൾ കിട്ടി. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ ആണ് 2 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ ആ ബോഡി സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ 2 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ 2 സെക്കൻഡ്സിനും 8 സെക്കൻഡ്സിനും ഇടയിൽ ഗ്രാഫിൽ വരുന്ന ആ പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ വരുന്ന ഫിഗർ ഒരു റെക്റ്റാങ്കിൾ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ നോക്കിയ ലെങ്ത് എന്ന് പറയുന്നത് 2 to 8 ആണ്. എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത്? 8 - 2 6 സെന്റിമീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ഇതാണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലെങ്ത് എന്ന് പറയുന്നത് 0 to 10 ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് 10. ലെങ്ത് 6 കിട്ടിയത് 8 - 2 ചെയ്യുമ്പോഴാണ് ഈ ഡിസ്റ്റൻസ് കിട്ടുന്നത്, 6 എന്ന് കിട്ടുന്നത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, അതെന്ന് പറയുന്നത് 0 to 10 വരെയാണ്. അങ്ങനെയാണ് ബ്രെഡ്ത്ത് നമുക്ക് 10 കിട്ടിയത്. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 × 10 60 എന്ന് കിട്ടും. നമ്മുടെ ചോദിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് എഴുതിയാലും മതി. അതിന്റെ യൂണിറ്റ് മീറ്റർ എന്നാണ്. ഇപ്പൊ 2 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? ഗ്രാഫിന്റെ ഏരിയ. ഇപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്.